BJP പ്രകടന പത്രിക സാധാരണ അവർ പറയുന്ന ഓരോ കാലഘട്ടത്തിലെ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് ഒരിക്കലും അവലംബിക്കാൻ അർഹതയില്ലാത്ത രേഖകൾ, അതാണ് അവരുടെ മാനിഫെസ്റ്റോ. അപ്പോൾ അവർ പറഞ്ഞു ബാബരി മസ്ജിദ് സൗഹാർദ്ദ മാർഗത്തിലൂടെ ചെയ്യും. ബാബരി മസ്ജിദ് ഒരു സൗഹൃദം വേണ്ടെന്നും എന്ത് എതിർപ്പുണ്ടെങ്കിലും ഞങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുമെന്നും പറഞ്ഞു നടക്കുന്നവരാണ് ഇതുവരെ. അത് നല്ല നിലയിൽ ആക്കുന്ന എല്ലാ ശ്രമങ്ങളെയും എതിർത്തവരാണ്. അവരുടെ ഏറ്റവും വലിയ മുദ്രാവാക്യം എന്ന് പറയുന്നത് തന്നെ അതിനെതിരായിട്ടാണ്. അവിടുത്തെ ജനങ്ങളുടെ സൗഹൃദ അന്തരീക്ഷം തകർത്ത് അവിടുത്തെ പള്ളി അവർ നേരത്തെ പൊളിച്ചു. ഞങ്ങളേത് കാലത്തു നിന്ന നിലപാട് കേസ് കോടതിയിലുണ്ട്. BJP പറയുന്നത് എന്താ വെച്ചാൽ അതൊന്നും ആദ്യം ഇതുവരെ പറഞ്ഞു ഞങ്ങളൊന്നും കാത്തിരിക്കില്ല, ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പം വേറൊരു മലക്കം പറിച്ച്, അതല്ലാതെ അതിൽ യാതൊരുവിധ ആത്മാർത്ഥതയില്ല. പിന്നെ സിവിൽ കോഡ് നടപ്പാക്കുന്നവർ പറഞ്ഞെങ്കിൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വളരെ തെറ്റായ ഒരു കാര്യമാണ്, സാധ്യമല്ല. സിവിൽ കോഡ് നടപ്പിലാക്കുക എന്നുള്ളത് ഇന്ത്യൻ സാഹചര്യത്തിൽ പ്രായോഗികമല്ല. ഇന്ത്യ ഒരു ബഹുസ്വര സമൂഹമാണ്. ഈ ബഹുസ്വര സമൂഹത്തിൽ യാതൊരു നിലയിലും അവർക്ക് നടപ്പിലാക്കാൻ കഴിയില്ല, നടപ്പിലാക്കാൻ പാടില്ലെന്ന് ശക്തമായി പാർലമെൻറ്റിൽ ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. BJP ഒരിക്കലും അത് അവർക്ക് നടപ്പിലാക്കാൻ കഴിയില്ല. തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ചില വൈകാരിക പശ്ചാത്തലം ഉണ്ടാക്കി വോട്ട് വാങ്ങാനുള്ള ശ്രമമാണ്. രൂപയുടെ എന്തോരു വരുമാനത്തിൻ്റെ ഇവർക്ക് യാതൊരു കഥയില്ല. വിദേശ ബാങ്കുകളിലുള്ള ബ്ലാക്ക് മണി നാട്ടിലെത്തിച്ച് ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യുമെന്ന് പറഞ്ഞവരാണ്. ഒറ്റ പൈസ അവരെത്തിച്ചിട്ടുമില്ല. കള്ളപ്പണം കൂടാനുള്ള സാഹചര്യം ഉണ്ടാക്കി. കള്ളപ്പണത്തിൻ്റെ ആചാര്യന്മാർ അവരോട് സൗകര്യം ചെയ്തു കൊടുത്തു. ഒരുപാട് ആൾ കുറച്ചാളെങ്കിലും കാത്തുന്നു. കള്ളപ്പണത്തിൻ്റെ ഷെയർ കിട്ടാനുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒന്നും നടന്നില്ല. കളവേ പറഞ്ഞിട്ടുള്ളൂ. കളവ് തന്നെയാണ് അവരിപ്പോൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ മറ്റൊരു വ്യാജരേഖയാണ് അവർ മനസ്സിലാക്കുന്നത്. നന്ദി രേഖപ്പെടുത്തട്ടെ. ഈ 10 കൊല്ലം പാർലമെന്റിൽ തന്നെ കാണാൻ സാധിക്കും. ഈ സാഹചര്യത്തിൽ ഒരു ദുരവസ്ഥയിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രാധാന്യമുള്ളതാണെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് നല്ല മാറ്റം ഉണ്ടാക്കുക. മോഹൻ ഭാഗവതിനെതിരെ കേസെടുക്കണമെന്ന് രാജ്യദ്രോഹത്തിന് കാസർകോട്ടെ വക്കീൽ നിങ്ങൾ നന്ദി പോലും ഓർക്കുന്നു എന്ന കാര്യത്തിൽ മറ്റ് സഹായങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് കൃത്യമാക്കി ലഭിക്കും. രാഹുലും തമ്മിലുള്ള തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഏത് പക്ഷത്ത് നിലനിൽക്കുന്നു എന്നതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. നിങ്ങൾ ജനാധിപത്യത്തിന്റെ പക്ഷത്താണ്. അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. CPIM ഇവിടെ സ്വീകരിക്കുന്ന CPM ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തോടുകൂടി അറിയപ്പെടേണ്ട ബഹുമാനിയായ പാർലമെന്റേറിയൻ ഇന്ത്യ കണ്ട ഈ തെരഞ്ഞെടുപ്പിൽ നല്ലൊരു ഭൂരിപക്ഷം ഉണ്ടാക്കി. ജയ് ഹിന്ദ്. വാചകമൊന്നും ഞാൻ ഇവിടെ ഉപയോഗിക്കേണ്ട അൻപാവിൽ എഴുന്നേൽക്കുക.
മലപ്പുറം ജില്ലയിൽ ആദ്യമായി ഡയമണ്ട്സിന് വേണ്ടി മാത്രമായൊരു എക്സ്ക്ലൂസീവ് ഷോറൂം മിത്ര ഡയമണ്ട്സ് ബോട്ടിക്. നൂതനമായ EF കളറും VVS ക്ലാരിറ്റിയും ഒത്തുചേർന്ന് IGS സർട്ടിഫിക്കേഷനോട് കൂടിയ ഡയമണ്ട്സ് ആഭരണങ്ങളുടെ വിശാലമായ കളക്ഷൻസ്. കൂടാതെ അൺകട്ട് ഡയമണ്ട്സ്, പ്രഷ്യസ് ഓർണമെന്റ്സ്, ജന്മനക്ഷത്ര കല്ലുകൾ, നവരത്നങ്ങൾ തുടങ്ങിയവയ്ക്ക് വേണ്ടി പ്രത്യേക വിഭാഗവും. മാത്രവുമല്ല, മറ്റാരും നൽകാത്ത ബൈബാക്ക് ഗ്യാരണ്ടി മിത്ര ഡയമണ്ട്സ് നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു. ഡയമണ്ട്സ് അറിഞ്ഞു വാങ്ങാൻ, അറിഞ്ഞു വിൽക്കാൻ. മിത്ര ഡയമണ്ട് ബോട്ടിക്, താഴെപ്പാലം, തിരൂർ. ഫോൺ 04942429 699.